ഉണ്ടാകുമ്പോൾ മാത്രമാണ് മനുഷ്യർ അതേക്കുറിച്ച് ബോധവാന്മാരാകുന്നത്. സുനാമി, വെള്ളപ്പൊക്കം, ഭൂചലനം ഇവയെല്ലാം എങ്ങനെ അതിജീവിക്കണം എന്ന് നമുക്കറിയില്ലായിരുന്നു. ഒരുപക്ഷെ അതെല്ലാം പ്രകൃതി ദുരന്തങ്ങളാണെന്ന് നമുക്ക് കാരണം പറയാം. എന്നാൽ മനുഷ്യരുടെ അശ്രദ്ധ മൂലം ഉണ്ടാവുന്ന ചില ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനാവശ്യമായ നിയമവ്യവസ്ഥകൾക്കൊപ്പം അത് നടപ്പിലാക്കാനുള്ള സാമൂഹിക സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം എന്ന് മാത്രം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടേണ്ട കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിലെ അപകടം ഒരുപക്ഷെ എല്ലാ മലയാളിയെയും ചിന്തിപ്പിക്കുന്നുണ്ടാകാം. ആചാരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും പേരിൽ ഒരു ദേശം മുഴുവൻ എരിഞ്ഞടങ്ങിയത് നമ്മുടെ കൺമുമ്പിലാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ സെൽഫിയുടെ വിഷയം. ആചാരമോ ആഘോഷമോ? ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നവർ സ്വാമി ഗംഗേശാനന്ദ തീർത്ഥ, അഡ്വക്കേറ്റ് സുബോധനൻ, ശ്രീമതി അന്നമ്മ ജോൺ, കെ സജീവ് കുമാർ, സാബു പുരുഷോത്തമൻ, ഡോക്ടർ ജോൺ പണിക്കർ, ഡോക്ടർ താര, അഡ്വക്കേറ്റ് പി ബിജു. ഇന്നത്തെ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ഏപ്രിൽ 10 കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ ഉണ്ടായ ദുരന്തത്തിന്റെ ഒരു ചിത്രം. സാബുവിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇങ്ങനെ ഒരു വിഷ്വൽ നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്. ഇത് നമ്മൾ അപകടം നടന്ന നിമിഷം മുതൽ ടി വിയിൽ നിരന്തരം കാണിച്ചുകൊണ്ടിരുന്ന ഒരു വിഷ്വലാണ്. എന്താണ് ഒരു വെടിക്കെട്ട് ആശാൻ എന്നുള്ള നിലയിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇവിടെ നടന്നത് ശരിക്കും വെടിക്കെട്ടല്ല, ഈ പറഞ്ഞ മാതിരി ഭൂകമ്പം പോലെ ആണ് അവിടെ ഉണ്ടായതെന്നാണ് പറയുന്നത്. മറിച്ച് ഇവിടെ മത്സരകമ്പം നടന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. കാര്യം ഇവിടെ ഒരു 50 വർഷക്കാലമായിട്ട് മത്സരകമ്പം നടക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. 1985, 86, 87 എൻ്റെ ഫാദർ ഇവിടെ മത്സരിച്ചിരുന്നു. ഇതിന് ഒരു 2 വർഷം മുമ്പ് ഈ വെടിക്കെട്ട് ഞാൻ ജഡ്ജ്മെന്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. സംഭവിച്ച കാര്യങ്ങളെക്കാൾ ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഇതേക്കുറിച്ച് ഇത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, പക്ഷേ സംഭവിച്ചു പോയി. അതിലങ്ങേറ്റം ഞങ്ങൾക്കും പ്രയാസമുണ്ട്. ഇവിടെ ഒരു 70% കത്തിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 70% കത്തിച്ചു കഴിഞ്ഞത് സാധനങ്ങൾ മൊത്തം കളേഴ്സ് ആയിരുന്നു, മോളിൽ പോയി വിരിയുന്ന കളേഴ്സ് ആയിരുന്നു. ബാക്കി ഉണ്ടായിരുന്ന 30% എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന വെടികളായിരുന്നു. മരണമടഞ്ഞ സുരേന്ദ്രൻ ആശാന്റെ വെടിക്കെട്ടായിരുന്നു രണ്ടാമത് നടക്കേണ്ടത്. അപ്പോൾ ആ വെടിക്കെട്ടിന്റെ ഫിനിഷിങ്ങിനായിട്ട് കരുതി വെച്ചിരുന്ന ഗുണ്ടുകളും പടക്കങ്ങളും കുഴിമിന്നലുകളും, ആ കുഴിമിന്നലുകളാണ് ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടാക്കിയത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. കുഴിമിന്നൽ, ചിലത് ഗർഭം കലക്കി എന്നൊക്കെ പറയും. അത് ഭയാനകമായ സൗണ്ടാണ്. സാധാരണ വെടിക്കെട്ടുകൾക്ക് കമ്മിറ്റിക്കാർ പറയും നമ്മൾ ഇത്ര ഗർഭം കലക്കി കത്തിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെ കത്തിക്കാറില്ല. അവരിപ്പോൾ ഒരു 10 എണ്ണം പറയുകയാണെങ്കിൽ 5 എണ്ണം കത്തിക്കും, അത്രേ കത്തിക്കാറുള്ളൂ. ഇവിടെ 200ഓളം കുഴിമിന്നലുകൾ ഈ ഷെഡിനകത്തുണ്ടായിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സുബോധൻ സർ, കേരള ഫയർ വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് താങ്കൾ, സംസ്ഥാന പ്രസിഡന്റ്. ഈ സംഘടനയിൽ തൊഴിലാളികളും അതുപോലെ തന്നെ വ്യാപാരികളും എല്ലാവരും അടങ്ങുന്ന ഒരു സംഘടനയാണ് അല്ലേ? ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ദുരന്തങ്ങളെല്ലാം വളരെ ദുഃഖകരമാണെങ്കിലും ഈ ദുരന്തം അത്യന്തം ദുഃഖകരമായ ഒരു ദുരന്തം തന്നെയാണ് എന്നതിൽ സംശയം. പക്ഷേ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്ന വിശകലനം കഴിഞ്ഞ 10 ദിവസത്തിലധികമായി എല്ലാ മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും.
യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെച്ച് ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നിരപരാധികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം ഏതൊക്കെയോ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് വസ്തുത. വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പൂർണ്ണമായ വീഴ്ച ഉണ്ടായാൽ മാത്രമേ വെടിക്കെട്ട് അപകടം ഉണ്ടാവൂ. സുരക്ഷാ ക്രമീകരണം ഉറപ്പായാൽ വെടിക്കെട്ട് അപകടമേ അല്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ സംഭവിച്ചതും സുരക്ഷാ ക്രമീകരണങ്ങളുടെ 100% വീഴ്ച ആണ് ഈ സംഭവത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയാതിരിക്കാൻ പറ്റും. എന്താണ് ഈ സുരക്ഷാ ക്രമീകരണം എന്ന് പറയുന്നത്? ആര് ചെയ്യേണ്ടതാണ്? സുരക്ഷാ ക്രമീകരണം എന്ന് പറയുന്നത് ഉറപ്പാക്കേണ്ടത് ഔദ്യോഗിക നടപടിയാണ്. ഒരു പാവപ്പെട്ട ലൈസൻസിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളോ ഒന്നുമല്ല സുരക്ഷാ ക്രമീകരണം ഉറപ്പാക്കേണ്ടതിൻ്റെ ഉത്തരവാദികൾ. അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. പുറ്റിങ്ങൽ ഇത് ആദ്യമായി ഉണ്ടായ ഒരു ദുരന്തമല്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1929 പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി. അന്ന് 5 പേര് മരിച്ചു. പിന്നെ ഇത് പുനരാരംഭിച്ച് 1966 അത്രയും കാലം അവിടെ ഈ മത്സരക്കമ്പോ ഒന്നും ഇല്ലായിരുന്നു, നടന്നിട്ടില്ല. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ മത്സരക്കമ്പം ആചാരമായി നടത്തിപ്പോന്ന ഒരു ക്ഷേത്രമാണ് പുറ്റിങ്ങൽ ക്ഷേത്രം. ചരിത്രം അതാ പറയുന്നത്. കാരണം തച്ച് ശാസ്ത്ര വിധിപ്രകാരം 2 കമ്പപ്പുരകൾ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് സ്ഥാപിതമായിരുന്നു. ആ കമ്പപ്പുരകൾ ഈ അടുത്ത കാലത്താണ് കോൺക്രീറ്റ് പുരകളായത്. ആ കമ്പപ്പുരകൾ തച്ചുശാസ്ത്ര വിധിപ്രകാരം സ്ഥാപിച്ചത് തന്നെ ആചാരവിധേയമായി മത്സരക്കമ്പം നടത്തുക എന്ന ലക്ഷ്യത്തിൻ്റെ പുറത്താണ്. ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് മത്സരക്കമ്പം ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. 2 വർഷത്തിന് മുമ്പ് തന്നെ INTUC നേതൃത്വം നൽകുന്ന ഞാൻ പ്രസിഡൻ്റായിട്ടുള്ള ഈ സംഘടന ബന്ധപ്പെട്ട അധികാരികളെ മത്സരക്കമ്പം നടത്താൻ ആരെയും അനുവദിക്കരുത് എന്ന് ഞങ്ങൾ രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ പാളിച്ച പറ്റി. ആ പാളിച്ചയുടെ അനന്തരഫലമാണ് ഈ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ ഇത്ര വലിയ ഒരു ദുരന്തം ഉണ്ടാകാനിടയായത്. അന്നമ്മ ജോൺ, ഒരു സുരക്ഷാ ക്രമീകരണത്തെക്കുറിച്ച് എന്താണ് പാലിക്കേണ്ട ചട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഈ സ്ഫോടക വസ്തുക്കൾ എന്ന് പറയുന്നത് അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മീഡിയമാണ്. അവിടെ മത്സരബുദ്ധിയോടുകൂടി ലാഘവബുദ്ധിയോടെ ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പാടില്ല. പിന്നെ നിരോധിക്കപ്പെട്ടതും പെട്ടെന്ന് ഒരു സ്ഫോടനം ഉണ്ടാകുന്നതുമായിട്ടുള്ള രാസവസ്തുക്കൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കർശനമായിട്ടുള്ള ഒരു പരിശോധന സംവിധാനം ആവശ്യമാണ്. അതിന് നിലവിൽ നമുക്കൊരു ഫോറൻസിക് ലാബുണ്ട്, അവിടെ ഒരു എക്സ്പ്ലോസീവ് ഡിവിഷൻ തന്നെയുണ്ട്. അപ്പോൾ ആ എക്സ്പ്ലോസീവ് വിദഗ്ധരുടെ സേവനം ഇവിടെ ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഫോറൻസിക് ലാബിൽ നിന്നുള്ള വിദഗ്ധരുണ്ട്, മൊബൈൽ ലബോറട്ടറി സംവിധാനങ്ങളുണ്ട്. ആ ലബോറട്ടറി സംവിധാനം ഒന്നുകൂടി കാര്യക്ഷമമാക്കുക. ഈ എക്സ്പ്ലോസീവ് ഡിവിഷനിൽ നിന്ന് ശരിയായ അറിവും പരിചയവും ഉള്ള വിദഗ്ധരുടെ സേവനം. ഇപ്പോൾ ഈ ഫയർ വർക്സിൻ്റെ കേസിൽ അപകടം ഉണ്ടാകുന്ന 3 സ്റ്റേജിലാണ്. അത് അസംബിൾ ചെയ്യുന്ന സ്റ്റേജിൽ അപകടം ഉണ്ടാകാം, അത് കൈകാര്യം ചെയ്യുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് അപകടം ഉണ്ടാകാം, അത് കഴിഞ്ഞ് ഈ അപകടം കഴിഞ്ഞ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന മെറ്റീരിയൽ അത് നിർവീര്യമാക്കുന്നത് വരെയുള്ള കാലഘട്ടം അതീവ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട മറ്റൊരു സ്റ്റേജാണ്. കാരണം എപ്പം വേണമെങ്കിലും ഇതിലൊക്കെ ഒരു സ്ഫോടനം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും പതിയിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 3 തലങ്ങളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ശരിയായ ഒരു ബോധവൽക്കരണം കൊടുക്കുക. ഈ സയൻസിനെ കുറിച്ചും ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടിയെക്കുറിച്ചുമുള്ള ശരിയായ അറിവുള്ളവരാണോ ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് അസംബിൾ ചെയ്യുന്ന തലത്തിൽ തന്നെയുള്ള വർക്കേഴ്സിന് അവയർനെസ് കൊടുക്കുക. ഈ ശരിയായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിന് ആ സംവിധാനം കാര്യക്ഷമമാക്കുക. അവിടെ എന്തെങ്കിലും ഒരു അവയർനെസ്സിൻ്റെ അപാകതയുണ്ടെങ്കിൽ ഈ ഫോറൻസിക് എക്സ്പ്ലോസീവ് ഡിവിഷനിൽ നിന്നുള്ള വിദഗ്ധരുടെ ഒരു അവയർനെസ് ക്യാമ്പയിൻ അവർക്ക് നടത്തുക.
അതിനുശേഷം ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള അളവ് ആണോ ഇവര് ഇത് അസംബിൾ ചെയ്യുന്ന സമയത്ത് നോക്കിയില്ലെങ്കിൽ, ഇത് അസംബിൾ ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള സംഭവം പരിശോധിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അസംബിൾ ചെയ്യുമ്പോൾ അസംബിൾ ചെയ്യുന്ന സമയത്ത് പരിശോധനകൾ നടക്കുന്നുണ്ടോ? അസംബിൾ ചെയ്യുന്ന സമയത്ത് അവിടെ പോലീസ് പ്രവേശിക്കുന്നില്ലല്ലോ. ഇതിപ്പോ അസംബിൾ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഈ പൊട്ടാസ്യം ക്ലോറേറ്റോ അതുപോലെയുള്ള ഈ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ഈ ഷെൽഫ് ലൈഫ് വളരെ കുറവ്. അതായത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം നാളും സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുകയില്ല. അപ്പൊ നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ഉത്സവ സീസൺ ഉണ്ടല്ലോ, ആ ഒരു സീസണിലാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു 10-15 ദിവസം മുമ്പൊക്കെ ആണല്ലോ ഇത് ഇവര് ഉണ്ടാക്കുന്നത്. അപ്പൊ കോറികളിലും ഏകദേശം ഇത്രയും ഉഗ്രശേഷിയുള്ളത് തന്നെയാണല്ലോ. ആണ് ഉറപ്പായിട്ടും കോറികളിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഉത്സവത്തിന്റെ ഭാഗം മാത്രമല്ലല്ലോ ഇത്. കോറികളില് അവിടെ ഈ വർക്കേഴ്സ് ഒരു അതിന് പ്രത്യേകിച്ച് സീസൺ ഇല്ലല്ലോ, അതെപ്പോഴും നടന്നുകൊണ്ടിരിക്കില്ല. അത് അവിടെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയില് അത് കുറച്ചുകൂടി ഈ കാര്യക്ഷമമായിട്ട് സുരക്ഷിതമായിട്ടാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് എന്ന് വേണം പറയാൻ. ഡോക്ടർ, ഒരു IMA പോലുള്ള ഒരു ഓർഗനൈസേഷൻ നിങ്ങളും ഒക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇത് പൊതുജനത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് മരണം എന്നുള്ളതിനപ്പുറം ജീവിച്ചിരിക്കുന്നവരെയും ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇത്തരം ഉത്സവങ്ങൾ നടക്കുമ്പോൾ കൊച്ചു കുട്ടികളെയും കൊണ്ടൊക്കെയാണ് ഓരോരുത്തർ ഉത്സവത്തിന് പോകുന്നത്. ഈ കുഞ്ഞിനെ എത്രമാത്രം ബാധിക്കും? ഇപ്പോൾ നേരത്തെ സാബു പറഞ്ഞ പോലെ തന്നെ ഗർഭം കലക്കി എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള വെടിക്കെട്ട് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് ഞാനും പോയിട്ടുണ്ട്. നമുക്കത് താങ്ങാൻ പറ്റില്ല. നമുക്ക് ഹാർട്ട് ബീറ്റ് ഒക്കെ അങ്ങോട്ട് വല്ലാതെ കൂടുന്ന മാതിരി തോന്നും. നമുക്ക് ഈ മുതിർന്നവർക്ക് തന്നെ ഇത്രയും അപകടമാണെങ്കിൽ ഇങ്ങനെ ഉഗ്ര ശബ്ദം കുഞ്ഞുങ്ങളെയും ഒക്കെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും. ഈ ശരിക്കും ഇത് ശുദ്ധമായ വിവരക്കേടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതായത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് പലർക്കും പത്രത്തിൽ കൂടെയൊക്കെ അറിഞ്ഞു കാണും, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരളത്തിലെ ഏകദേശം 35,000-ഓളം ഡോക്ടർമാരുടെ സംഘടനയാണ്. അതേപോലെ ഇന്ത്യ മൊത്തം എടുത്താൽ 2.5 ലക്ഷം ഡോക്ടർമാരുടെ സംഘടനയാണ്. അതിൻ്റെ ശബ്ദ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഭാരവാഹിയാണ് ഞാൻ. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഞങ്ങൾ ഇതിനെപ്പറ്റിയുള്ള പല കാര്യങ്ങളും അതെല്ലാം ഡോക്ടർമാരുടെ കയ്യിൽ നിന്നുള്ള പിരിവെടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നാട്ടുകാരുടെ ഒന്നുമല്ല വാങ്ങിച്ചത്. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ അതൊരു ഊർജത്തിൻ്റെ ഒരു വകഭേദമാണ്. ഈ നമ്മൾ കേൾക്കുന്ന ശബ്ദം 0 ഡെസിബലിലാണ് ഇതിനെല്ലാം പറയുന്നത്. 0 ഡെസിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി കേൾക്കാവുന്ന, ഇങ്ങനെ നോയ്സ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ കേൾക്കാവുന്ന മിനിമം ശബ്ദമാണ്. ഓരോ 10 ഡെസിബലും അതിൻ്റെ 10 ഇരട്ടിയാണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഒരു 30-നും 40-നും ഇടയ്ക്കുള്ള ഡെസിബലിലാണ്. അതായത് 1000 മുതൽ 10,000 പവർഫുള്ളാണ് 0 ഡെസിബലിൻ്റെ. ഈ പടക്കം എന്നൊക്കെ പറയുന്നത് 160 ഡെസിബലാണ്. 160 ഡെസിബൽ എന്ന് പറയുന്നത് ഒരു 0 ഡെസിബൽ നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൻ്റെ 100 കോടി പവർഫുള്ളാണ്. 100 കോടി. ഇത് ഈവൻ പീരങ്കിയുടെ വെടിയുടെ പോലും 130 ഡെസിബലാണ്. 130 ഡെസിബൽ എന്ന് പറയുന്നത് ഏകദേശം 10 ലക്ഷം കോടി പവർഫുള്ളാണ്. നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൻ്റെ. ഈ 130 ഡെസിബലിൻ്റെ 1000 ഇരട്ടിയാണ് 160 ഡെസിബൽ. അപ്പോൾ 1000 പീരങ്കി ഒന്നിച്ച് വെടിവെച്ചാൽ ഒരിടത്ത് എന്നിട്ട് ഇതെല്ലാം ആസ്വദിക്കുന്ന ആൾക്കാരെ പറ്റി എന്ത് പറയാൻ പറ്റും? ഇത് കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് കേരളത്തിലുള്ള എല്ലാ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മീറ്റിങ്ങുകളിലും പത്രങ്ങളിൽ കൂടെ എല്ലാം ഞങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് ഒരു സൈക്കിൾ റാലി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തി. ഇതിനു വേണ്ടി ഒരു 15 ലക്ഷം രൂപ 20 ലക്ഷം രൂപ മുടക്കിയാണ് ആ സൈക്കിൾ റാലി നടത്തിയത് ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ. ഇതിൻ്റെ ഈ പറഞ്ഞ ഗർഭം കലക്കി അത് 100% സത്യം തന്നെയാണ്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്. 120 ഡെസിബലിന് മുകളിലുള്ള ഏത് ശബ്ദം കേട്ട് കഴിഞ്ഞാലും അബോർഷൻ അതിൻ്റെ ഏറ്റവും അവസാനമാണ്. അതിന് മുമ്പുള്ള ശബ്ദങ്ങൾ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ വളരെയധികം ഉണ്ടാക്കും. അപ്പം സ്വന്തം സഹോദരിയുടെയും മക്കളുടെയൊക്കെ പെൺമക്കളുടെയൊക്കെ ഗർഭവസ്ഥ ശിശുവിന് അംഗവൈകല്യം ഉണ്ടാക്കിയിട്ട് വെടിയും കെട്ടും കണ്ട് ആഘോഷിക്കുക എന്ന് പറയുന്നത് എന്ത് വേറെക്കട? അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു കാര്യം. ശബ്ദത്തിൻ്റെ കാര്യം മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി ആയിരുന്നു, ഇപ്പം വൈസ് പ്രസിഡൻ്റാണ്. അവിടെ ആദ്യ അവസാനം ഞാനുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചന്നം പിന്നായിട്ട് കിടക്കുന്ന വ്യക്തികൾ, തീപ്പൊള്ളി 75-80% പൊള്ളി കിടക്കുന്ന വ്യക്തികൾ, അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ലോകത്ത് കേരളത്തിൽ മാത്രമേ സംഭവിക്കൂ. അതിന് യാതൊരു സംശയമില്ല. ഞാനൊക്കെ ലോകത്ത് ഒരു 10-30 കൺട്രീസിൽ പോയിട്ടുണ്ട്. ഇതേപോലെയുള്ള വെടിക്കെട്ടുകളും എല്ലാം കണ്ടിട്ടുണ്ട്. അതൊക്കെ കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ജനബാഹുല്യ ഒരു സ്ഥലമാണ്. ജർമ്മനിയിലൊക്കെ ഞാൻ കണ്ടാണ്. അതൊരു വലിയ തടാകത്തിൻ്റെ സെൻട്രലാണ് അവർ നടത്തുന്നത്. ഏകദേശം നമുക്കൊക്കെ 2 കിലോമീറ്റർ ദൂരെ നിന്ന് അത് കാണാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ കണ്ടത് ഒരു 20 കൊല്ലം മുമ്പൊക്കെയാണ്.
ഇപ്പോൾ അതൊന്നും ആ രീതിയിലും അല്ല അവർ നടത്തുന്നത്. അതെല്ലാം ലേസർ ഷോകളും അത് ഇതുമൊക്കെ ആയിട്ടാണ് അവർ നടത്തുന്നത്. പക്ഷേ നമ്മളിതൊന്നും പഠിക്കത്തില്ല. ഇതെല്ലാം വർഷങ്ങൾ കഴിഞ്ഞ് എല്ലാം അനുഭവിച്ചതിന് ശേഷം പഠിക്കുന്നൊരു ജനസമൂഹമായിട്ട് മാറിയിരിക്കുകയാണ് മലയാളികൾ. നമുക്ക് അന്നത്തെ അപകടം സംഭവിച്ച കുറച്ചു പേരുടെ വിഷ്വൽസ് കാണാം. നമ്മളിപ്പോൾ ഈ വിഷ്വൽ കണ്ടു. ഈ ആഘോഷങ്ങളുടെ അവസാനം എന്ന് പറയുന്നത് ഇതാണ്. ഈ സങ്കടം കാണാൻ വേണ്ടി നമുക്കൊരാഘോഷം, ഇങ്ങനെ ഒരു ആഘോഷം വേണം. ആഘോഷം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത്, ക്ഷേത്രം എന്ന് പറയുന്നത് 1936 ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് ചിത്രധര മഹാരാജാവ്. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടത് കാരണം ഞങ്ങൾ പറയണത്. ആ 36 ശേഷം ഇങ്ങോട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ബഹുഭൂരിപക്ഷം ക്ഷേത്ര കമ്മിറ്റികളും ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അറിയാത്ത ആൾക്കാരാണ്. അവിടുത്തെ ചടങ്ങുകളും അവിടുത്തെ വഴിപാടുകളും താന്ത്രിക പ്രധാനമായ കർമ്മങ്ങളും ഈ ക്ഷേത്ര അധികാരികൾക്ക് പലർക്കും അറിയില്ല. അവരാരും ഇത് പഠിച്ചിട്ടോ അറിഞ്ഞോട്ടോ അല്ല അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തുന്നത്. അങ്ങനെ വരുന്നതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ഫലമാണ് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്കറിയാം പുറ്റങ്ങൽ ദുരന്തം ഉണ്ടായി. പുറ്റങ്ങൽ ദുരന്തം ഉണ്ടായതിനു ശേഷം നമുക്ക് തൃശ്ശൂർ പൂരം ഹൈക്കോടതി വരെ പാടില്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് നമ്മൾ തൃശ്ശൂർ പൂരം നടത്തി? നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ പോയി സംസാരിച്ച് അവസാനം അത് നടത്താനാണ് തീരുമാനിച്ചത്. ഇത് സാധാരണ ജനങ്ങൾക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഭരണാധികാരികൾ വിചാരിച്ചിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. ഭരണാധികാരികൾ എന്തുകൊണ്ട് നിയന്ത്രിക്കണമെന്നില്ല എന്ന് ചോദിച്ചാൽ അടുത്ത ഇലക്ഷൻ വരിക. ഇപ്പം അവിടെ പോയി ഏതെങ്കിലും പാർട്ടിക്കാർ അവരുടെ നിലനിൽപ്പാണ് ഇതിൽ ഏറ്റവും അവർ പോയി ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വോട്ട് കിട്ടില്ല. കാരണം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ആലപ്പുഴ തൊട്ട് അങ്ങോട്ട് കോഴിക്കോട് വരെയുള്ള ഒരു ഭാഗത്തെ മുഴുവൻ ഒന്നിച്ചിരിക്കുന്ന ഒരു സ്ഥലമായി തൃശ്ശൂർ പൂരം. അവിടെ പോയിട്ട് ഇത് പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വോട്ട് കിട്ടില്ല. അപ്പം ഇത് ആരാ ഇതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ നമ്മളെന്ന് മറുപടി പറയും. ഈ ദുരന്തം ഉണ്ടാകുന്ന ഉത്തരവാദി ആരാണ്? ഇത് വേണോ വേണ്ടോ ഇതൊന്നും തീരുമാനിക്കാൻ നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്കൊന്നും സാധിക്കില്ല. ഇതിന് വേണ്ട ഹൃദയപൂർവ്വമായൊരു സമീപനമാണ് എല്ലാ രംഗത്തുനിന്നും വേണ്ടത്. ഭരണാധികാരികളിൽ നിന്നും ജനങ്ങളുടെ അടുത്തുനിന്നും ഒക്കെ ഒരു ഹൃദയപൂർവ്വമായ ഒരറിവ് കൊണ്ടും ആലോചന കൊണ്ടും സമ്മതം കൊണ്ടും വേണം ഇത് മാറ്റാൻ. അല്ലാതെ നിയമം കൊണ്ട് ഇത് മാറില്ല. അങ്ങനെ നിയമം കൊണ്ട് മാറുകയാണെങ്കിൽ തൃശ്ശൂർ നടക്കില്ലല്ലോ. ഇപ്പോൾ 85-ലും 89-ലും കണ്ടശാങ്കടവ് പള്ളി ദുരന്തം ഉണ്ടായി. 5 വർഷത്തിന് ഉടനെ ഉണ്ടാകുമെന്ന് ആലോചിക്കണം. ഈ ജനുവരിയിൽ, ഈ 2010 ജനുവരിയിൽ മരടി ദുരന്തം ഉണ്ടായി. ആരും അറിയുന്നില്ലത്. കാരണം ഒരാളൊക്കെയാണ് മരിക്കുക. പക്ഷേ വെടിക്കെട്ടിനോടനുബന്ധിച്ചാണ് ഉണ്ടാകുന്നത്. മരട് കൊച്ചിയിലടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെടിക്കെട്ട് നടക്കുന്ന ക്ഷേത്രമാണ് മരടിലെ കൊട്ടാരം ക്ഷേത്രം എന്ന് പറയുന്നത്. അത് വലിയ ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഈ ദുരന്തം ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായി ഇപ്പം വെടിക്കെട്ടെന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഭാഗമല്ല, ക്ഷേത്ര ആരാധനയുടെ ഭാഗമല്ല. യഥാർത്ഥത്തിൽ വെടിക്കെട്ടെന്ന് പറയുന്നത് ആഘോഷത്തിൻ്റെ ഭാഗമാണ്. ദേവസ്വം ബോർഡ് ഒരു പ്രാവശ്യം ഒരു നിയമം കൊണ്ട് നന്നറിയോ, ദേവസ്വം ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര കലകളല്ലാതെ വേറെ കലകളൊന്നും പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. അതൊരുമാതിരി ഭംഗിയായിട്ട് ദേവസ്വം ബോർഡ് നടപ്പാക്കി. അതിൽ പ്രതിഷേധമുള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ദേവസ്വം ക്ഷേത്രത്തിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് മാതിരി കൃത്യമായ നിയമങ്ങളിലൂടെ ഇതേ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതിന് ഇപ്പം അഡ്വക്കേറ്റ് സുബോധൻ സാർ പറഞ്ഞ മാതിരി തന്നെ അതിന് കൃത്യമായ സഹകരണം ഭരണതലങ്ങളിൽ നിന്നും ഉദ്യോഗതലങ്ങളിൽ നിന്നും
ക്ഷേത്ര കമ്മിറ്റികളിൽ നിന്നും ഈ വെടിക്കെട്ട് നടത്തുന്ന ആൾക്കാർ ഈ 4 കൂട്ടരിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ ഈ ദുരന്തങ്ങളെ ഇപ്പോൾ വെടിക്കെട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നുള്ള നിർബന്ധമുണ്ടെങ്കിൽ തീരുമാനം വേണം. വേണം. ഓക്കേ. തിരിച്ചു വരാം. ഡോക്ടർ താര, ദുരന്ത നിവാരണ മേധാവി എന്നുള്ള നിലയിൽ വ്യക്തിപരമായി, ഔദ്യോഗികപരമായി അവിടെ ഇരിക്കട്ടെ, വ്യക്തിപരമായി ഇങ്ങനെയൊരു അപകടത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ഒരു വലിയ ദുരന്തം തന്നെയാണ്. ഇവിടെ ഈ നമ്മൾ ഈ എന്താണ് അവിടെ വേണ്ടത്ര പരിശോധന നടന്നിരുന്നെങ്കിൽ നമ്മൾ ഒഴിവാക്കാമായിരുന്നു എന്നൊരു വാദം ഉണ്ട്, അത് കേട്ടു. അതിനോടൊപ്പം നമ്മൾ കാണാതെ പോകുന്ന ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നമ്മ മാഡം സൂചിപ്പിച്ചതുപോലെ ഈ ഇതിൻ്റെ നിർമ്മാണ രംഗത്ത് താങ്കളും അത് ശരിയായിട്ട് പറഞ്ഞു. അതായത് ഇത് നിർമ്മിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള പരിശോധന അവിടെ നടത്തുന്നില്ല. അതിനുള്ള പരിശീലനം ആരാണത് ചെയ്യേണ്ടത്? പോലീസാണത് ഇത് ചെയ്യേണ്ടത്. പക്ഷേ പോലീസിന് അതിന് വേണ്ട പരിശീലനം, എല്ലാ കാര്യങ്ങളും, ഇത് എന്ത് മരുന്നാണ്, നിരോധിച്ച രാസവസ്തു, മരുന്നല്ല രാസവസ്തു ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള തലത്തിലുള്ള സമഗ്രമായ പരിശീലനം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരോധിച്ച പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിച്ചതായിട്ടാണ്. ഈ പൊട്ടാഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരോധിച്ച് എന്തുകൊണ്ടാണ് അത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ കാണേണ്ട സാമ്പത്തിക വശമുണ്ട്. ഇതിന് രാഷ്ട്രീയ വശവും ഉണ്ട്, സാമ്പത്തിക വശമുണ്ട്. 6000 കോടി രൂപയുടെ വിറ്റുവരവാണ് ഇത് പ്രതിവർഷം ഇന്ത്യയിൽ. 45 ലക്ഷം ആളുകളാണ് ഈ ഇതുപോലെയുള്ള വളരെ അപകടകരമായിട്ടുള്ള വ്യവസായങ്ങളിൽ ജോലി ചെയ്യുന്നത്. അതിൽ ഈ പടക്ക നിർമ്മാണ രംഗത്ത് മാത്രം 1,20,000 കുട്ടികൾ അനധികൃതമായിട്ട്, ബാലവേല നിരോധിച്ചിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് ഇപ്പോഴും അവരുണ്ട്. അപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്ക് ഇതെന്താണ് ഉണ്ടാക്കണേ എന്നുള്ളത് അറിയില്ല, അവരെന്താണ് ചേർക്കണേ എന്നുള്ളത് അറിയില്ല. ഈ പടക്കം നമ്മൾ ഇവിടെ പലതും ഇപ്പോൾ ചൈനീസ് പടക്കങ്ങൾ ഇവിടെ നിരോധിച്ചതാണ്. ചൈനയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യരുതെന്നുള്ള നിയമമുണ്ട്. പക്ഷേ ഇതിന് തൊട്ട് മുമ്പ് മുംബൈ, പിന്നെ കൽക്കട്ട, അങ്ങനെ 2-3 നഗരങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ഈ തൊട്ട് അടുത്ത മാസങ്ങളിൽ 2 കോടി രൂപയുടെ അനധികൃത പടക്ക നിർമ്മാണ ശേഖരങ്ങളാണ് റെയ്ഡ് നടത്തി 3 നഗരങ്ങളിൽ മാത്രമായിട്ട് പിടിച്ചെടുത്തത്. അപ്പോൾ ഇവിടെ ഇതിന് 14.5% നികുതി ചുമത്തിയിട്ടുണ്ട്, വിൽപ്പന നികുതി. അതായത് 100 രൂപയുടെ പടക്കം വിറ്റ് കഴിഞ്ഞാൽ 30 രൂപ നികുതിയായിട്ട് പോകും. അപ്പോൾ ഇതിന് ഒരു വലിയ വ്യവസായത്തിൻ്റെ ഒരു കണ്ണുണ്ട് ഇതിനകത്ത്. അപ്പം ഇത് നമ്മൾ ഇവിടെ നടത്തുന്നിടത്ത് നമ്മൾ വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയാൽ പോലും ഈ നിരോധിച്ച മരുന്ന്, നിരോധിച്ച രാസവസ്തു ചേർത്ത ഒരു പടക്കം പൊട്ടിക്കുമ്പോൾ എത്രത്തോളം സുരക്ഷിതമായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ബോധവൽക്കരണം എല്ലാ രംഗത്തും വേണം. ഇപ്പോൾ പൊള്ളലേറ്റ ആളുകളെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു, വളരെ ദയനീയമായ കാഴ്ച. അപ്പം അവിടെ ഈ പല ആളുകളും മരിച്ചു പോകുന്നത് പൊള്ളലേറ്റ് മാത്രമല്ല, നിർജ്ജലീകരണം കൊണ്ടാണ്. ഈ പൊള്ളലേറ്റ ആൾക്ക് ആദ്യം കൊടുക്കേണ്ടത് വെള്ളമാണ്. അവിടെ അത് അറിയുന്ന എത്ര പേരുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പടക്കം ഈ വിൽക്കുന്ന കടകളുണ്ടല്ലോ, നമ്മളിപ്പോൾ ക്ഷേത്രത്തിനെ പറ്റി സംസാരിക്കണം, പക്ഷെ എത്രയോ സ്ഥലത്ത് ഇതുപോലെ അപകടം പതിയിരിക്കുന്ന മറ്റ് സ്ഥലങ്ങളും ഉണ്ട്. അതെല്ലാം കൂടി കണ്ടുകൊണ്ട് നമ്മൾ സമഗ്രമായൊരു നിയമം തന്നെ കൊണ്ടുവരണം. ഈ പടക്ക ഈ വിൽപ്പനശാലകളുണ്ടല്ലോ, അവിടെ നിയമം എന്താണ് അനുശാസിക്കുന്നത്? ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ 2 ഫയർ എക്സ്റ്റിങ്ഷർ എങ്കിലും വേണം, തീ പിടിച്ചാൽ അണയ്ക്കാനുള്ള ഒരു ബക്കറ്റ് വെള്ളവും അവിടെ കരുതി വെക്കണം എന്ന് പറഞ്ഞ് എത്ര കടകളിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. നമ്മൾ പടക്കം മേടിക്കാൻ പോകുമ്പോൾ അത് കാണുന്നുണ്ടോ? അപ്പോൾ ഈ നിയമങ്ങൾ സമഗ്രമാക്കണം, അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും. സജീവ്, കൊല്ലത്തല്ലേ? കൊല്ലത്തം. ഈ ഉത്സവത്തിന് പോയില്ല? ഇതിന് മുൻപ് ഒരിക്കൽ വെടിക്കെട്ട് കാണാൻ പോയിട്ടുണ്ട്. വലിയ വെടിക്കെട്ട് കാണാൻ പോയിട്ടില്ല, എങ്കിലും ചെറിയ ആഘോഷങ്ങളൊക്കെ കാണാൻ വളരെ നേരത്തേക്ക് പോയിട്ടുണ്ട്. പിറ്റിങ്ങിൽ പോയിട്ടില്ല. കമ്മീഷണർ പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഒരു സ്ത്രീ ഒരു സ്റ്റേ ഓർഡർ കൊടുത്തിരിക്കുന്നു ഇത് തടയണം എന്ന്. അപ്പോൾ അതിന് കളക്ടർ അത് പ്രകാരം കമ്മീഷണറോട് സംസാരിച്ചപ്പോൾ കമ്മീഷണർ പറഞ്ഞത് എത്രയോ ദൂരെ നിന്ന് വരേണ്ടവരെല്ലാം വന്നു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ തടയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, തൊട്ടടുത്തുണ്ടായിട്ടും അത് പോകാനുള്ളൊരു
എല്ലാം ദൂരെ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു ഈ അപകടത്തിൽ പെട്ടവരെല്ലാവരും തന്നെ. എനിക്ക് പൊതുവെ ഈ വെടിക്കെട്ടിനോട് പേടിയുള്ള ആളാണ്. ഇതിൻ്റെ ഈ ഉഗ്രമായ ശബ്ദമൊക്കെ ഇഷ്ടമില്ലായ്മയല്ല, ഓരോ നാഡി കോശങ്ങളും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആഘോഷങ്ങൾക്ക് ഞാൻ പോകാറില്ല. പിന്നെ ഇവിടെ അഡ്വക്കേറ്റ് സുബോധൻ സാറ് സൂചിപ്പിച്ചൊരു കാര്യം, ഒരു ആചാരം എന്ന നിലയിൽ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ എനിക്കതിനോട് ശക്തമായി വിയോജിപ്പുള്ളത്, ഈ വെടിക്കെട്ട് ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് ആരാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഏത് തത്വശാസ്ത്രമാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഹൈന്ദവ മതത്തിൻ്റെ തത്വശാസ്ത്ര പ്രകാരം ആചാരങ്ങളെക്കുറിച്ച് വളരെ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ വേദങ്ങളാണ്. ആ വേദങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് 3500 വർഷങ്ങളുടെ കാലഘട്ടമാണെന്ന് പിന്നെ മാക്സ് മുള്ളറെ പോലെയുള്ള വിശ്വോത്തര ചരിത്ര പണ്ഡിതന്മാർ സഹിതം വസ്തുനിഷ്ഠമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അപ്പോൾ 3500 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ പ്രതിപാദിപ്പിച്ചിരിക്കുന്ന ഹൈന്ദവ തത്വശാസ്ത്രങ്ങളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥത്തിൽ പറയുന്നതാണ് ഹൈന്ദവ ജനത പിന്തുടരുന്ന ആചാരം എന്ന് പറയുന്നത്. പക്ഷേ വെടിമരുന്ന് കണ്ടുപിടിച്ചതെന്നാ 14-ാം നൂറ്റാണ്ടിലാണ്. അത് എവിടെയാണ് കണ്ടുപിടിച്ചത്? ചൈനയിലാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ ഏകദേശം 600-650 വർഷത്തോളം വരുന്ന ചൈനയിൽ കണ്ടുപിടിച്ച ഉഗ്രസ്ഫോടകശേഷിയുള്ള ഈ വെടിമരുന്ന് 3500 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഹൈന്ദവ തത്വശാസ്ത്രത്തിൻ്റെ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായിട്ട് മാറുന്നത് എങ്ങനെ? അവിടെ തന്നെ ആചാരം എന്ന നിലയിലല്ല വെടിമരുന്ന് ഉപയോഗം നടക്കുന്നത് എന്നുള്ളത് വളരെ സ്പഷ്ടമാണത്. ക്ഷേത്ര കമ്മിറ്റിയിലിരിക്കുന്ന ഹൈന്ദവതയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒന്നും അറിയാത്ത, പുരാണങ്ങൾ പോലും അവർ വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെയുള്ള ആളുകൾ തീരുമാനിക്കുന്ന തന്നിഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പരിപാടി മാത്രമാണ് ഈ ഉഗ്ര മാരകമായ, അണുബോംബിനേക്കാൾ മാരകമായ സാധനം എന്ന് ഞാൻ പറയും. ഹിരോഷിമ ഡയറി എന്ന് പറയുന്നൊരു പുസ്തകം വായിച്ച് അതിൻ്റെ നടുക്കം മാറാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അത് വായിച്ച ഒരാളെന്നിലേക്ക് ഇത്ര ഭീകരമായ സാധനം ഒരു ജനതയെ മുഴുവൻ ചിന്നിച്ചിതറിച്ചുകൊണ്ട് അവരെ കൊന്നൊടുക്കിക്കൊണ്ട് എന്ത് ആചാരമാണ് ക്ഷേത്രത്തിന് വേണ്ടത്? ഇനി ആചാരമാണെങ്കിലോ അത് ഇരുമ്പുലൊക്കെ പോലെ ഉറച്ചൊരു സാധനമല്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആചാരങ്ങളുണ്ടായിരുന്നു. പിന്നെ ഭർത്താവ് മരിക്കുമ്പോഴും ഭാര്യയെ ചിതയിൽ ചാടി മരിക്കണം എന്ന് പറയുന്ന ആചാരം ഉണ്ടായിരുന്നു. അത് പിന്നീട് മാറ്റി. ഗരുഡൻ തൂക്കം ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത കാലത്താണ് അത് നിരോധിച്ചത്. ഇനിയുണ്ട് ഇതുപോലെ പറഞ്ഞു വന്നാൽ ഒരുപാട് ആചാരങ്ങളും ദുരാചാരങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഇതിനെല്ലാം മറുപടി പറയേണ്ടത് സുബോധൻ സാറാണ്. നമുക്ക് അതിനു മുൻപ് എനിക്ക് ബിജു സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം, നിയമപരമായി നോക്കുമ്പോൾ ഒരുപാട് അപാകതകൾ, ഇത് പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ മാത്രമല്ല, ഇത്തരം വെടിക്കെട്ടുകൾ നടക്കുന്ന അല്ലെങ്കിൽ കരിമരുന്ന് പ്രയോഗങ്ങൾ നടത്തുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും എന്തുകൊണ്ട് നമുക്ക് നിയമത്തെ ഭയമില്ല? അതായത് ഒരു കരിമരുന്ന് പ്രയോഗം, പ്രത്യേകിച്ച് ഇങ്ങനെ ഉഗ്രശേഷിയുള്ള വെടിമരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്ര അധികം വിസ്തീർണമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് പൊട്ടിക്കാവൂ എന്നൊരു നിയമമുണ്ട് അല്ലേ? പക്ഷേ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ വളരെ ചെറിയൊരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഇത്രയും, ഇപ്പൊ ഡോക്ടർ നേരത്തെ പറയുമ്പോഴാണ് അതിൻ്റെ ഡെസിബലിൻ്റെ എന്താ പറയുക എഫക്ട്സ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതെങ്ങനെയാണ്? നമുക്ക് ഇവിടുത്തെ നിയമത്തെ ഭയമില്ലാത്തതാണോ അതോ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല? എന്താണ് ഇതിൻ്റെ? ഈ പറഞ്ഞ പടക്കവും അല്ലെങ്കിൽ എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്ന ആ കമോഡിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായി 2 നിയമങ്ങളാണ്. ഒന്ന് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട്, 2 എക്സ്പ്ലോസീവ് ആക്ട്. ഇത് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പിന്നീട് വന്നതാണ്. ഈ എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ഗൗരവം കണ്ടിട്ട് രണ്ടാമത് വന്ന നിയമമാണ്. ആദ്യം വന്നത് എക്സ്പ്ലോസീവ് ആക്റ്റാണ്. പിന്നീട് ഈ എക്സ്പ്ലോസീവ് ആക്ട് എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ പ്രൊവിഷൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ആക്ടാണ്. അതിൻ്റെ നടത്തിപ്പ് എങ്ങനെ വേണം, ലൈസൻസ് എങ്ങനെ കൊടുക്കണം, അത്തരം സമ്പ്രദായങ്ങൾ, ലൈസൻസ് കൊടുക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, മുൻകരുതലുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് എക്സ്പ്ലോസീവ് റൂൾസ് ഉണ്ടാക്കി. അപ്പോൾ ഈ എക്സ്പ്ലോസീവ് റൂൾസിൽ പറയുന്ന കാര്യങ്ങളാണ് പ്രധാനമായും ഈ ലൈസൻസ് ഇഷ്യൂയിങ് അതോറിറ്റിയും മറ്റ് അധികാര സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ടതായ ഒരു നിയമം. മറ്റേ 2 നിയമങ്ങളും അത് ലംഘിക്കുന്നവരുടെ ശിക്ഷയും അത്തരം കാര്യങ്ങളാണ് ഈ മറ്റ് 2 നിയമങ്ങളിലും പറയുന്നത്. ഈ റൂൾസാണ് യഥാർത്ഥത്തിൽ അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു നിയമം. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ബേസിക് ക്രിമിനൽ നിയമമായ ഇന്ത്യൻ പീനൽ കോഡിലും ഈ അശ്രദ്ധമായി ഈ എക്സ്പ്ലോസീവ്സ് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ശിക്ഷയെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അതൊരു പൊതു നിയമം. അതിനപ്പുറം എക്സ്പ്ലോസീവ്സ് മാത്രമായി ബാധകമാകുന്ന തരത്തിൽ എക്സ്പ്ലോസീവ് ആക്ടും റൂൾസ്.
ഈ റൂൾസ് കാലാകാലങ്ങളിൽ കാലാനുസൃതമായ വ്യത്യാസങ്ങൾക്കനുസരിച്ച് റൂൾസും മാറ്റി ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ഉള്ള റൂൾസ് എന്ന് പറഞ്ഞാൽ 2008 ഫ്രെയിം ചെയ്ത റൂളാണ്. ഈ റൂളിൽ ഇപ്പം മാഡം പറഞ്ഞതുപോലെ വളരെ സ്പഷ്ടമായി പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ ആരായിരിക്കണം, ഏത് തരത്തിലുള്ള ആളുകളായിരിക്കണം, അവരെ സൂപ്പർവൈസ് ചെയ്യാൻ. ഇപ്പോൾ ഈ ഫ്ലോർ സൂപ്പർവൈസ് ചെയ്യാൻ ഒരാളുണ്ടാവും. അതുമാതിരി ഏത് തൊഴിലിനും തൊഴിലാളി, അതിന് മേളിൽ ഒരാൾ, അവരെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്ന കുറച്ചുകൂടി മേളിലുള്ള ഒരാൾ, ഇവരെല്ലാം കാണിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റിയായി ഏറ്റവും ചുവട്ടിൽ ഒപ്പിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ. ഇതേ ഘടനയിൽ തന്നെയാണ് ഈ പറയുന്ന നിയമവും നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു തൊഴിലാളിക്ക് ഇപ്പോൾ കെമിസ്ട്രി ഗ്രാജുവേഷൻ വേണമെന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലെ ഒരു തൊഴിലിൻ്റെ സെറ്റപ്പും മറ്റു കാര്യങ്ങളും അനുസരിച്ച് അതൊരിക്കലും നിർദ്ദേശിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ ഓരോ തൊഴിൽശാലയിലും നിർമ്മാണ യൂണിറ്റിലും ഒരു ഗ്രാജുവേറ്റ്, കെമിസ്ട്രി എന്ന് പറയുന്നില്ല, സയൻസ് ഗ്രാജുവേറ്റ്, ഒരു സയൻസ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഡിപ്ലോമോ എങ്കിലും ഉള്ള ഒരാൾ, ചുരുങ്ങിയത് 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഇത്തരം ആളുകൾ സൂപ്പർവൈസറായി ജോലി നോക്കിയിരിക്കണം മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് നിയമമുണ്ട്. ഈ ഞാൻ പറഞ്ഞ എക്സ്പ്ലോസീവ് റൂൾസ് 2008 ഫ്രെയിം ചെയ്തിട്ടുള്ള റൂൾസിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരം നിർമ്മാണശാലകളിൽ ജോലി ചെയ്യേണ്ടുന്ന ആളുകളുടെ യോഗ്യതകൾ, അവരെ നിയന്ത്രിക്കേണ്ടതും സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം ഇവിടെ ഇപ്പം പുറ്റിങ്ങൽ അപകടമുണ്ടായ സാധനങ്ങൾ എവിടെ നിർമ്മിച്ചു എന്ന് പോലും നമുക്കാർക്കും അറിയില്ല. അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. അതൊരു പക്ഷേ കണ്ടെത്തിയേക്കാം, ചിലപ്പോൾ കണ്ടെത്താൻ തന്നെ കഴിഞ്ഞില്ല എന്ന് വരും. കാര്യം ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്ന എക്സ്പ്ലോസീവ്സിൻ്റെ അവശിഷ്ടങ്ങൾ വെച്ചിട്ട് നടത്തുന്ന അന്വേഷണത്തിനും സ്വാഭാവികമായി അതിൻ്റെ ഉറവിടം ഏത് പണിശാലയിൽ നിർമ്മിച്ചു എന്ന് കണ്ടെത്താനൊന്നും ചിലപ്പോൾ കഴിഞ്ഞില്ല. അത്തരം ഒരു സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പോട്ടെ, ഇനി അങ്ങനെ ഉണ്ട്, എവിടുന്നാണ് നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയാലും ഇത് നിർമ്മാണത്തിന്റെ അപാകതയാണോ അതോ നമ്മൾ കൈകാര്യം ചെയ്തതിലെ അപാകതയാണോ എന്നുള്ളൊരു ചോദ്യം. നിർമ്മാണത്തിലെ അപാകതയാണോ ഇതിൽ എന്നത് ഈ കേസിൻ്റെ അന്വേഷണം നടന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിർമ്മാണത്തിലെ അപാകതകൾ കൊണ്ടും ഇപ്പം നമ്മൾ ഒരു സാധനത്തെ ഉന്മൂലനം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പടക്കങ്ങളെ ഉന്മൂലനം ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ദുരന്തങ്ങളെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ അത് എവിടെ നിന്ന് തുടങ്ങുന്നു അവിടെ മുതൽ ചികിത്സ തുടങ്ങണ്ടേ. ഇവിടെ ഡോക്ടേഴ്സ് റിപ്പോർട്ട് അസുഖത്തിൻ്റെ ഗ്രാസ് റൂട്ട് കണ്ടുപിടിച്ചിട്ട് ചികിത്സ തുടങ്ങുന്നത് പോലെ തന്നെ ഇത് നിർമ്മിക്കുന്ന യൂണിറ്റുകൾ, ആ യൂണിറ്റുകൾ നിയമവിധേയമായി പ്രവർത്തിക്കുന്നു. അവർ സമ്പാദിക്കുന്ന ലൈസൻസ് നിയമവിധേയമായി സമ്പാദിക്കുന്നതാണോ അതോ എന്തെങ്കിലുമൊക്കെ ഔട്ട് ഓഫ് വേ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഔട്ട് ഓഫ് വേയിൽ നടക്കുന്നുണ്ട്, അങ്ങനെ സമ്പാദിക്കുന്ന ലൈസൻസാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ഈ കേസിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും ഉണ്ടാകണം. കാര്യം പടക്ക നിർമ്മാണങ്ങൾ ഒരു 5-10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഓരോ വീടുകളിലായി നടക്കുന്നതല്ല. ഒരു പ്രത്യേക ഭാഗത്ത് കുറേയേറെ വീടുകളിൽ കുടിൽ വ്യവസായം പോലെയും ഒക്കെയാണ്. അപ്പോൾ അധികാരികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വളരെ എളുപ്പമാണ്. ഓരോ ബൈ റൂട്ടുകളിലും പോയി പടക്കം ഉണ്ടാക്കുന്നുണ്ടോ നോക്കേണ്ട കാര്യമില്ല. ഒരു പ്രത്യേക ഏരിയ ഉണ്ട്. കേരളത്തിൽ മുഴുവൻ അങ്ങനെ തന്നെയാണ്. സാബു, പടക്ക നിർമ്മാണം മുതൽ പൊട്ടിത്തീരുന്നത് വരെയുള്ള അതിൻ്റെ ഒരു രീതിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റും? പടക്കം ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പൊട്ടാസ്യം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റും സൾഫർ പൗഡറും അലൂമിനിയം പൗഡറും ചേർന്ന് വരുന്ന ഒരു മിശ്രിതമാണ് ഗൺ പൗഡറായിട്ട് അല്ലെങ്കിൽ വെടിമരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ നമ്മളാരും പൊട്ടാസ്യം ക്ലോറേറ്റ് ഉപയോഗിക്കാറില്ല. കാര്യം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ പൊട്ടാസ്യം ക്ലോറേറ്റ് ഇവിടെ ഉപയോഗിച്ചു എന്ന് സംശയം പറയുന്നുണ്ട്. എക്സ്പ്ലോസീവിൻ്റെ ഉദ്യോഗസ്ഥർ പരവൂര് വന്നിട്ട് നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റ് വെച്ചാണ് പടക്കം കെട്ടുന്നത്. ആ പടക്കം അപകടമുള്ളതല്ല. ആ പടക്കം നമ്മൾ തറയിൽ കിടന്ന് ചവിട്ടിയാൽ വണ്ടി കയറിയാൽ പോലും പൊട്ടത്തില്ല. അതിന് തീ കൊടുത്താൽ മാത്രമേ ആ പടക്കം പൊട്ടത്തുള്ളൂ. ഈ പടക്കം നമ്മൾ പടക്കം ഉണ്ടാക്കുന്ന അതേപോലെ കളേഴ്സ് ആയാലും ഇതുപോലെ ബേരിയം നൈട്രേറ്റും ഇതുപോലെ അലൂമിനിയം പൗഡറും ഒരു നിശ്ചിത അളവിൽ വരുമ്പോഴത്തേക്കാണ് ഓരോരോ കളർ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കളേഴ്സിലൊന്നും യാതൊരുവിധ അപകടം ഉള്ളതല്ല. മറിച്ച് അത് മാനുഫാക്ചറിങ് ചെയ്യുമ്പം ചിലപ്പം നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലമൊക്കെ അത്രയും നീറ്റായിരിക്കണം. അവിടെ ഈ പറയുന്ന കണക്ക് വെള്ളത്തിൻ്റെ ഇതുണ്ടാവണം, ഫയർ എക്സ്റ്റിങ്വിഷർ ഉണ്ടാവണം. അതുപോലെ ഇതിന് 45 മീറ്റർ ചുറ്റളവിൽ വീട് പാടില്ലെന്നാണ്. അതെല്ലാം ഉള്ള ഒരാൾക്ക് ലൈസൻസ് സാധാരണ കൊടുക്കാറുള്ളൂ. പിന്നെ നിയമവിരുദ്ധമായിട്ട് എവിടെയെങ്കിലും ഉണ്ടാകുന്ന വെച്ചാൽ അതറിയാനും. ഈ നിരോധിച്ചതെല്ലാം ഇതിൽ ഉപയോഗിക്കുന്നത് കുറെ കൂടെ ഉഗ്രശേഷി വരുത്താൻ വേണ്ടിയാണോ? അത് ഈ പടക്കത്തിന് പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. മറിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കുഴിമിന്നൽ ആ കുഴിമിന്നൽ പോലുള്ള സാധനങ്ങളിൽ
അതിൻ്റെ വീര്യത്തിന് വേണ്ടി ചിലപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് ചിലർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പേരുകളൊക്കെ വല്ലാത്ത പേരുകൾ അല്ലെ, കുഴിമിന്നൽ, ഗർഭം കലക്കി എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ കുറെ സാധനങ്ങളാണ് എന്ന് തോന്നുന്നു. ഇത് ഈ വക്കീലതാൻ പറഞ്ഞ പോലെ ഈ എക്സ്പ്ലോസീവ് ആക്ട് ഒക്കെ ഉണ്ട്, അത് വെച്ചൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ നമുക്ക് എൻവയറമെൻറ്റ് റൂൾസ് ഉണ്ട്. ആ റൂൾസിൽ ശബ്ദത്തിൻ്റെ മാക്സിമം ലിമിറ്റ് പറഞ്ഞേക്കുന്നത് 75 ഡെസിബിളാണ്. ഒരു ഇൻഡസ്ട്രിക്കകത്ത് പോലും മാക്സിമം പറ്റുന്നത് 75 ഡെസിബിലേ പറ്റൂ. ഏത് ശബ്ദവും ഷോർട്ട് പീരീഡ് ആയാൽ പോലും 75 ഡെസിബിലിന് മുകളിലുള്ളത് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും, നമ്മുടെ കാതെന്ന് പറയുന്നത് ഈ ശബ്ദത്തിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസായിട്ട് ബ്രെയിനിലോട്ട് വിടുക. ബ്രെയിനിൻ്റെ ഒരു വാതിൽ അല്ലെ ജനലാണ് കാത്. ശരിക്കും ഈ പവർ കംപ്ലീറ്റ് പോകുന്ന തലച്ചോറിലാണ്. ഈ അവരുടെ അടുത്തൊരു വീട്ടിൽ, അവിടെ എനിക്ക് തോന്നുന്ന ആ ഭാഗത്ത് സ്വല്പമെങ്കിലും വിവരമുള്ള ഒരു അമ്മച്ചി മാത്രമേ ഉള്ളായിരുന്നു. അവരുടെ കെട്ടിടത്തിൻ്റെ ജനലൊക്കെ പൊട്ടുന്നു എന്ന് പറഞ്ഞാണ് ഇത്. അപ്പോൾ യു ക്യാൻ ഇമാജിൻ ഈ നമ്മുടെ ശരീരത്തിൽ ഈ ശബ്ദം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, ഈ വെടിക്കെട്ട് എന്തൊക്കെ പ്രശ്നമുണ്ടാകും. ഈ ഒരു ജീവനില്ലാത്ത കെട്ടിടത്തിലും ജനലിലും ഒക്കെ ഗ്ലാസ് പാളികളിലൊക്കെ ഈ പൊട്ടലുണ്ടാക്കുന്ന നിങ്ങൾ ഈ ചുറ്റുപാടിൽ നിന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇവിടെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയായിരിക്കും? ഇത് പറയുകയാണെങ്കിൽ ഇത് പ്രധാനമായിട്ട് 3-4 സിസ്റ്റങ്ങളെയാണ് ബാധിക്കുന്നത്. ഒന്ന് ഈ കാതിൽ തന്നെ. നമ്മുടെ ജനിച്ചു കഴിഞ്ഞാൽ പെർമനൻറ്റ് ഡെഫ്നെസ്സിൻ്റെ നമ്പർ 1 റീസൺ നോയ്സാണ്, ശബ്ദമാണ്. അത് ഇത് ഈ ലെവലിലല്ല പറയുന്നത്, ഇതെല്ലാം വെസ്റ്റേൺ കൺട്രീസിലാണ്. അവിടെ പോലും 75-80 ഡെസിബിളിൻ്റെ മാക്സിമം ഉള്ളിടത്താണ് അവരുടെ സ്റ്റഡീസാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് തലച്ചോറിലാണ് ഏറ്റവും കൂടുതൽ ഡാമേജ്. ഈ എനർജി മൊത്തം ബ്രെയിനിൽ ചെന്ന് കഴിഞ്ഞാൽ ഓർമ്മക്കുറവ്, ഉറക്കമില്ലായ്മ, ടെൻഷൻ കൂടുക, അതേപോലെ മാനസിക രോഗമുള്ളവർക്കും എപ്പിലെപ്സി ഉള്ളവർക്കും അറ്റാക്ക് ഉള്ളവരാണ് ഇവർ. എനിക്ക് നേരിട്ട് നെടുമങ്ങാട് ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത്, എൻ്റെ തന്നെ ഒരു പേഷ്യൻ്റ് ഉണ്ട്. ഹാർട്ടല്ല, ഫിറ്റ് വരിക. തൊട്ട് ചേർന്നൊരു തടിമില്ലാണ്. ആ തടിമില്ല് രാവിലെ 9 മണിക്ക് ഓൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ 8 ഇവിടെ സെക്രട്ടറിയിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു വ്യക്തിയുടെ 2ാമത്തെ മകനാണ്. 8 വയസ്സുള്ള മകൻ അന്തരം ഫിറ്റ് വരും. ശ്രീത്രയിലാണ് ട്രീറ്റ്മെൻറ്റ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ മാക്സിമം ഡോസിലാണ് ഇപ്പം മരുന്ന് കൊടുക്കുന്നത്, നിങ്ങൾ അവിടുന്ന് മാറി താമസിക്കും. ഇതാണ് ഒരു തടിമില്ലിൻ്റെ ശബ്ദത്തിൽ ഒരു ഫിറ്റ് വരുന്ന ഒരു ജന്നി വരുന്ന ഒരു കുട്ടിയുടെ സൈഡ് എഫക്റ്റ്. പിന്നെ ഈ പറഞ്ഞില്ലേ ഈ അതൊരു കാര്യം. അതോടൊപ്പം നമ്മുടെ ഈ ഹൈപ്പോതലാമസ്, നമ്മുടെ പിറ്റ്യൂട്ടറിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ സ്റ്റിമുലേഷൻ വരുമ്പം സിമ്പത്തറ്റിക് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹാർട്ട് റേറ്റ് കൂടും. അതാണ് നമ്മൾ നെഞ്ചിടിക്കുന്നത്. നമ്മുടെ ലൗഡ് സ്പീക്കറിൻ്റെ അടുത്ത് വരിക്കുമ്പോൾ നമ്മൾ നെഞ്ചിടിക്കുന്നില്ലേ, നിങ്ങളുടെ ഹൃദയം ഓവർ വർക്ക് ചെയ്യാണ്. അതേപോലെ രക്തക്കൊഴലുകൾ കൺസ്ട്രിക്റ്റ് ചെയ്യും, ചുരുങ്ങും. രക്തക്കൊഴൽ ചുരുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വൈറ്റൽ ഓർഗൻ, ലിവർ, കിഡ്നിക്ക് ഉള്ള എല്ലാം രക്തോട്ടം കുറയും. അതുകൊണ്ടാണ് ഗർഭഛിദ്രം ഉണ്ടാകുന്നത്. നമ്മുടെ പ്ലാസൻ്റയിലുള്ള രക്തോട്ടം കുറയുന്നതുകൊണ്ടാണ് പ്ലാസൻ്റെ കുഞ്ഞിന് ഓക്സിജൻ കിട്ടാതാണ് ഗർഭഛിദ്രം വരുന്നത്. അതേപോലെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം കംപ്ലീറ്റ് നമ്മുടെ കോർട്ടിസോൺ ലെവൽ കൂടും, ഈ അഡ്രിനലിൻ ലെവൽ കൂടും. അപ്പം ആ സമയത്ത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നോക്കിക്കോളൂ, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോക്കിക്കോളൂ, എല്ലാം വളരെ വളരെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു പ്രായമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളും ഒരാൾ വരെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വിൽ ബി സപ്രസ്ഡ്. ഇതിനകത്ത് നെഗറ്റീവ് റാഡിക്കൽസ്, അത് കുറച്ചുകൂടെ സയൻസാണ്, ബോഡിയിൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇതിനെല്ലാം സപ്രസ് ചെയ്തത്. അങ്ങനെ വളരെയധികം ഞാൻ പോലും ഇത് ശരിക്കും പറഞ്ഞാൽ പല ENT ഡോക്ടർമാർക്ക് പോലും അറിയില്ല. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇതിനെപ്പറ്റി സ്പെഷ്യലായിട്ട് പല കാര്യങ്ങളും നമ്മൾ സ്റ്റഡി ചെയ്തപ്പോഴാണ് ഈ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചറിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാ സിസ്റ്റത്തിനെയും ഇത് ബാധിക്കും. ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ പോയി നിൽക്കും. അവിടെ ഈ പരാതി കൊടുത്ത ഒരു സ്ത്രീയുടെ വിഷ്വൽ കാണാം. ഇവർ പറഞ്ഞത് അവിടെ നമുക്ക് മത്സരമൊന്നുമില്ല, ഒരു വെടിക്കെട്ട് നടത്തണം, അതിന് ആളുകൾ തർക്കിക്കുന്നു, അതുകൊണ്ട് കളക്ടറുമായിട്ട് ഒന്ന് കണ്ടക്ട് ചെയ്ത് നമുക്കതിൻ്റെ ആർഡർ വേണം. അങ്ങനെ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നടത്തിയത്. കളക്ടർ അല്ലാതെ ഇങ്ങനെ ഇത് നടത്തുന്നതിന് കൊടുക്കത്തില്ല. ഇങ്ങനെ ഈ മന്ത്രിയാണ് എല്ലാം കൊള്ളാം. ഇപ്പോഴാ കമ്മിറ്റി എല്ലാം ഒളിവിൽ. ഇവർ വെടിക്കെട്ടെന്നാണ് പറയുന്നത്, മത്സരക്കമ്പം എന്ന് പറയുന്നില്ല. നോട്ടീസിൽ മത്സരക്കമ്പം 10 ലക്ഷം രൂപ. അതെന്തിനു കൊടുത്തവരോ ആദ്യമേ. സുബോധൻ സർ, നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞു, പൊതുവെ എല്ലാവരുടെയും ഒരു വലിയ പരാതി തന്നെയാണ്. ഇത് വ്യക്തമായി പരിശീലനമുള്ളവർ തന്നെയാണോ ഈ നിർമ്മാണം മുതൽ ഈ വെടിക്കെട്ട് നടത്തുന്ന നിമിഷം വരെ ഇത് പ്രവർത്തിക്കുന്നത് എന്ന് ഒരു ഈ സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ താങ്കൾ അതിൽ ഇടപെടാറുണ്ടോ, അന്വേഷിക്കാറുണ്ടോ? അതിൽ ഒരു വാസ്തവമുണ്ട്. കാരണം കേരളത്തിൽ 400 വർഷത്തോളം പഴക്കം ചെന്ന ഒരു പ്രക്രിയയാണ് ഈ പടക്കവും കമ്പക്കെട്ടുമൊക്കെ.
ഈ രംഗത്ത് വളരെ അവർക്ക് BSc കെമിസ്ട്രിയും വേണ്ട, അവർക്ക് എക്സ്പ്ലോസീവ് കോഴ്സുകളൊന്നും പഠിക്കണ്ട, വളരെ പരിചിതരായിട്ടുള്ള ആശാന്മാർ ഈ രംഗത്തുണ്ട്. പക്ഷെ ഇപ്പോൾ ആശാന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന ഒരു വാസ്തവം നമ്മുടെ മുമ്പിലുണ്ട്. മാത്രമല്ല ഈ സഹായികൾ ഇത് ആശാന്മാരെന്ന് എങ്ങനെ പറയും? ഇത് തൊഴിലാളികളല്ലേ യഥാർത്ഥത്തിൽ? നമ്മളത് ചെയ്യുന്നോണ്ട് നമ്മൾ ആശാൻ എന്നൊരു വാക്ക് പടക്ക ഉപയോഗിക്കുന്നു എന്നല്ലാതെ മേഖലയിൽ ഉള്ള എക്സ്പേർട്സിനെ ആശാന്മാരെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണല്ലോ ആശാന്മാരായത്. അപ്പോൾ ഈ പടക്ക സാധനങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇപ്പോൾ വേണ്ടത്ര പരിശീലനം കിട്ടിയ ആളുകൾ കുറവ് തന്നെയാണ്. ഒരു പക്ഷേ അതായിരിക്കാം ഇത്തരം അപകടങ്ങളുടെ പിന്നിൽ ഉള്ള യാഥാർത്ഥ്യവും. അല്ല, താങ്കൾ ഒരു ഈ ഫയർ വർക്കേഴ്സിന്റെ പ്രസിഡന്റ് എന്നതിലുപരി ഒരു അഡ്വക്കേറ്റും കൂടിയാണ് അല്ലെ? അപ്പൊ അതിന്റെ നിയമവശം ആരേക്കാൾ കൂടുതൽ താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇത്തരം ഒരു ബോധവൽക്കരണം സാറും കൂടെ നടത്തേണ്ടത് സാറിന്റെയും കൂടെ ഒരു ഉത്തരവാദിത്വമല്ലേ? അതെ, ഞങ്ങളുടെ സംഘടനാപരമായി തന്നെ ഞങ്ങൾ ഇതിനു വേണ്ടുന്ന ട്രെയിനിങ്ങുകൾ പരിമിതിക്കകത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ പരിമിതി? ഒരു സംഘടനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ട്രെയിനിങ് കോഴ്സ് സംഘടിപ്പിക്കുന്ന ഔദ്യോഗിക ബോഡിയും ഒരു സംഘടനയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് അതാണ് ഞാൻ പറഞ്ഞ പരിമിതി. ഒരു ഔദ്യോഗിക കോഴ്സും ഒരു സംഘടന സംഘടിപ്പിക്കുന്ന കോഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ആ പരിമിതി എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ പരിമിതിക്കകത്ത് നിന്ന് ഞങ്ങൾ വേണ്ടത്ര പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്താണ് പരിശീലനം? പരിശീലനം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അമട്ട് ഇപ്പോൾ പൊട്ടുന്നെന്ന് വയ്ക്കുക. ആ അമട്ട് സ്വാഭാവികമായും ഇത്ര ഉയരത്തിൽ പോയേ പൊട്ടാകൂ. ആ ഉയരം ആ അമട്ട് പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പകുതിയിൽ വെച്ച് പൊട്ടുന്നെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നർത്ഥം. അതുപോലെ ഓരോ കാര്യത്തിനും ഓരോ കണക്കും ശാസ്ത്രമൊക്കെ ഇതിനകത്ത്. പുറ്റിങ്ങിൽ സംഭവിച്ചത് ഇതാണ്. പുറ്റിങ്ങിൽ സംഭവിച്ചത് ഞാൻ ദൃക്സാക്ഷിയൊന്നുമല്ല. ഒരു പക്ഷേ ഇതും ആ സംഭവത്തിൻ്റെ പിന്നിൽ ഉണ്ടായിക്കൂടാ എന്ന് ഞാൻ പറയുന്നു.